ഞാനൊരു 3 ഗ്ലാസ് എടുത്തിട്ട് 3 ഗ്ലാസ്സിലും വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ 3 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ് വെള്ളം ഇത് നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ വയറാണെന്ന് വെക്കാം. നമ്മുടെ വയറിനകത്ത് എന്തൊക്കെ ഉണ്ട്? ഒരുപാട് ഓർഗൻസുകൾ ഉണ്ട് അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്, ആ ഭക്ഷണത്തിന്റെ റിസൾട്ടുകൾ കിട്ടുന്ന ഒരുപാട് ഏരിയകളുണ്ട്. ഇത് നമ്മളെന്താണ്, നമ്മളൊരു ബോഡി നമ്മളെ വയറായിട്ട് പരിഗണിക്കാം. ഇതൊക്കെ തന്നെ അത്തരം ബോഡികളാണ്. ഓരോ ബോഡികൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികളാണ്, ഈ ഓരോ വ്യക്തികൾക്കും പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു വ്യക്തി സാധാരണക്കാരനാണ്, ഇന്നത്തെ സാധാരണക്കാരൻ. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇത് ബെറ്റഡിനാണ്. നമ്മൾ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുറിവ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്, അല്ലെങ്കിൽ അയോഡിൻ എന്നൊക്കെ പറയും. അതാണ്. അതായത് കുറച്ച് എന്ത് ചെയ്യാണ്, ഒരു കെമിക്കലായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ ഹോട്ടലിൽ പോയാലും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ആയാലും പാക്കറ്റ് ഫുഡുകളാണെങ്കിലും ചിപ്സ്, ലേസ്, അത് ഇത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്, നമ്മൾ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇത്തരം സംഗതികളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഫുഡ് പോയ്സൺ അല്ലെ, കളറുകൾ ചേർത്തിട്ടുള്ള എല്ലാ ഫുഡ് പോയ്സണുകളും നമ്മളെ വയറ്റിലേക്ക് ചേർത്ത് നമ്മളെ ഓരോ ആരോഗ്യത്തിലും പറ്റി പിടിച്ച് അതിന്റെ കളറും അതിന്റെ ഗുണവും മണവും ഒക്കെ മാറി ഒരു 40-45 വയസ്സാകുമ്പോഴേക്ക് നമ്മൾ ചില സംഗതികൾ ചുരുങ്ങി പോകും, ചില സംഗതികൾ കാണാണ്ടാവില്ല. ഒരുപാട് രോഗികൾ നമ്മൾ മുമ്പ് തന്നെ വന്ന് നമ്മളെ പ്രൊഡക്റ്റ് കൊടുത്ത് ഒരുപാട് റിസൾട്ടുള്ള ടെസ്റ്റ് നമ്മൾ പലതും കണ്ടതാണ്. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രമാണ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി അത്യാവശ്യം രാത്രി ഫുട്ബോൾ കളിക്കാൻ പോകും, അങ്ങാടിയിലൊക്കെ നടക്കും, നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുന്നില്ല, അതേപോലെ അത്യാവശ്യം ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കും, നേരെ വൈകി ഒരു 10 മണി രാവിലെ എണീക്കും. ഇങ്ങനെയുള്ള ഒരാളായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. അടുത്തൊരു മെമ്പർ വരുന്നത് കൃത്യമായിട്ട് എണീക്കും, കൃത്യമായിട്ട് കിടന്നുറങ്ങും, നല്ല വ്യായാമമുള്ള ഒരാളായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. മൂന്നാമത്തെ ഒരാൾ രണ്ടാമത്തെ ആളെ പോലെ എല്ലാം കൃത്യത ഉള്ള ഒരാളാണ്. അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൂടി ഉപയോഗിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരാൾക്ക് ഞാൻ ഒരു പകുതി മാത്രം നമ്മളെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ വയറിനകത്തുള്ള എന്തെങ്കിലും ഒരു ഓർഗണായിട്ടോ നമുക്ക് പരിഗണിക്കാം. ഈ ഓർഗൺ എന്താണ്, നമ്മൾ ജനിച്ചു വന്ന സമയത്ത് നമുക്ക് നല്ല തെളിച്ചുള്ളതും ക്ലിയർ ഉള്ളതുമായിട്ടുള്ള ഓർഗണാണ് നമ്മളെന്തായാലും ജനിച്ച സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇത്തരം ഭക്ഷണം കഴിക്കുന്നതോട് കൂടി നമ്മളെ ഇത്തരം ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതോടുകൂടി നമുക്ക് സംഭവിക്കുന്ന ആ ഒരു നമ്മളെ ഓർഗൻസ്, നമുക്ക് ലിവർ, അതുപോലെ തന്നെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള ലിവർ ഒക്കെ ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് അതിൽ സംഭവിക്കുന്ന ഒരു കേട്, ഈ കേട് പലപ്പോഴും നമ്മളെല്ലാവരും പറയാറുണ്ട്, എന്ത് പ്രശ്നം, ഏത് ഭക്ഷണം കഴിച്ചോ, ഇങ്ങോട്ട് കടിക്കാത്തൊക്കെ അങ്ങോട്ടും കടിച്ചോ, എന്ത് വന്നാലും ചെയ്താൽ മതി, ഇതിന്റെ പ്രശ്നങ്ങൾ തീരാൻ നല്ലപോലെ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറയും. നമ്മളെ കുടലിലോ അല്ലെങ്കിൽ പാൻക്രിയാസ് തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മളെ ഏത് അവയവത്തിലും പറ്റി പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ കറയായി മാറിയിട്ടുള്ള ഒരു തരം പ്രശ്നങ്ങൾക്കും എന്ത് പ്രശ്നങ്ങൾക്കും വെള്ളം കുടിച്ചുകൊണ്ട് മാത്രമൊന്നുമില്ല കാര്യമില്ല. അത് കാര്യമില്ല എന്ന് തെളിയിക്കുന്നതാണ് സാധാ വ്യായാമം ചെയ്തു പോകുന്ന ഒരാൾ. എല്ലാതരം ഭക്ഷണക്കാരും കഴിച്ചിട്ടും വ്യായാമം മാത്രം ചെയ്തു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പറ്റി പിടിച്ചതൊന്നും ഉണ്ടാവില്ല, പുറത്ത് തള്ളില്ല, അല്ലെങ്കിൽ അത് ഇളകിപ്പോയില്ല. ഇളകി പോരണമെങ്കിൽ നമ്മൾ എന്താവണം, ഒന്നുകിൽ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. ഇന്നത്തെ കാലത്ത് അങ്ങനെ